നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എക്സാമിനേഷൻ തൊട്ടടുത്തെത്തി. അപ്പോൾ റിവിഷൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ SCERT കെമിസ്ട്രിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. SCERTയിൽ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പോയിൻറ്റ്സ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക, അറിയാത്തതാണെങ്കിൽ ഇപ്പോൾ ഈ ക്ലാസ് കേട്ട് ഇവിടെ വെച്ച് തന്നെ പഠിച്ചോ. ഇനി എക്സാം ഹോളിൽ കയറുമ്പോൾ ആ ചോദ്യം വന്നാൽ നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യമേ ഞാൻ പറയാൻ പോകുന്നത് ആസിഡുകളും ആൽക്കലികളും എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഇത് 7ാം ക്ലാസ്സിലൊരു ചാപ്റ്ററാണ് കേട്ടോ. ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. എല്ലാവർക്കും അറിയാലോ. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നത് ആസിഡാണ്, തിരിച്ച് റെഡിനെ ബ്ലൂ ആക്കുന്നത് ബേസാണ് അല്ലേ. ആസിഡുകൾക്ക് പുളിരുചിയാണെന്ന് അറിയാലോ. അപ്പോൾ കുറച്ച് ആസിഡുകളുടെ പേര്, മോരിലടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? പാലിലും മോരിലും അടങ്ങിയിട്ടുള്ളത് ലാക്റ്റിക് ആസിഡാണ്. അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. വിനാഗിരി അറിയാവോ? നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയാവോ? അറിയാമെങ്കിൽ നിങ്ങളത് പറഞ്ഞു നോക്കുക. ഞാൻ ആൻസർ പറയുമ്പോൾ ഓക്കെ കറക്റ്റ്, നിങ്ങൾ കോൺഫിഡൻസ് കൂടും. അറിയില്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചോളൂ. വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? അസിറ്റിക് ആസിഡാണ്. പുളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാ? പുളി ടാർട്ടാറിക് ആസിഡാണ്. നാരങ്ങ ഏതാണ്? സിട്രിക് ആസിഡാണ്. ആപ്പിളിലെ ആസിഡ് എല്ലാവർക്കും കിട്ടിയോ? ആപ്പിൾ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? അറിയാത്തവർ പഠിച്ചോ. മാലിക് ആസിഡാണ് ആപ്പിളിൽ അടങ്ങിയിട്ടുള്ളത്. മാലിക് ആസിഡാണ്. ഓക്കെ, ഇനി നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഏത് വാതകം ഉണ്ടാകുന്നു? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ട് പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? അപ്പോൾ സിങ്കും ക്ലോറിനും അങ്ങോട്ട് സെറ്റാവും. പിന്നെ ഉണ്ടാകുന്ന വാതകം ഏതായിരിക്കും? യെസ്, ഹൈഡ്രജനാണ് ഉണ്ടാകുന്ന വാതകം. ഓക്കെ, ഹൈഡ്രജനും ഓക്സിജനും നമ്മുടെ സിലബസ് ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് പറയുന്നത്. കത്തുന്ന വാതകം ഏത്? കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? കത്താൻ സഹായിക്കുന്നത് ഓക്സിജനാണ്. കത്തുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജനാണ്. കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഓക്കെ, ഹൈഡ്രജൻ കണ്ടെത്തിയത് ആര്? ആൻസർ അറിയാവോ? ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാന്ന്? അറിയില്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചോ. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടെത്തിയത്. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടെത്തിയത്. ഹൈഡ്രജൻ എന്ന പേര് കൊടുത്തത് എന്നാൽ ഇദ്ദേഹം അല്ല, ഇദ്ദേഹം കണ്ടെത്തി. ആ പേര് കൊടുത്തത് ആരാന്നറിയാമോ? ഹൈഡ്രജൻ എന്ന പേര് കൊടുത്തത് ആൻസർ അറിയാമോ? ചെക്ക് ചെയ്യൂ. ഇല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചു വെച്ചോ. ഹൈഡ്രജൻ എന്ന പേര് കൊടുത്തിട്ടുള്ളത് ലാവോസിയർ ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും പേര് മാറിപ്പോവണ്ട. ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. ആ പേര് കൊടുത്തിട്ടുള്ളത് ലാവോസിയർ ആണ്. ഓക്കെ, ഇനി ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? വാട്ട് ഈസ് ദ മീനിങ്? വാട്ടർ പ്രൊഡ്യൂസറാണ്, ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം കേട്ടോ. ജലം ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ്. ഇനി മുട്ടത്തോട്, ചോക്ക്, മാർബിൾ ഇതൊക്കെ രാസപരമായിട്ട് എന്താണ്? മാർബിളിന് രാസപരമായിട്ട് എന്താണ്? ആ വാക്കറിഞ്ഞാൽ മതി, അതിൻ്റെ പേര്. മാർബിള്, മുട്ടത്തോടൊക്കെ എന്താണ്? കാൽസ്യം കാർബണേറ്റ് ആണ്. CaCO3 കാൽസ്യം കാർബണേറ്റ് ആണ് മാർബിള്, മുട്ടത്തോട്, ചോക്കൊക്കെ. ഓക്കെ, ആസിഡുകൾ കാർബണേറ്റുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, ഈ കാർബണേറ്റുമായിട്ടൊരു ആസിഡ് പ്രവർത്തിച്ചാൽ ഏത് വാതകം ഉണ്ടാകും? ആസിഡ് കാർബണേറ്റുമായിട്ട് പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏത്? അതിന് ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആസിഡ് കാർബണേറ്റുമായിട്ട് പ്രവർത്തിച്ചാൽ എന്തുണ്ടാകും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. ഓക്കെ, തീ കെടുത്തുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് തീ കെടുത്തുന്നത്. അപ്പോൾ തീ കത്താൻ സഹായിക്കുന്ന ഓക്സിജൻ, കത്തുന്ന വാതകം ഹൈഡ്രജൻ, തീ കെടുത്തുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം ഏത്? അഗ്നിശമനികളിൽ അപ്പോൾ എന്താ അവരുടെ പർപ്പസ്? തീ കെടുത്തുക എന്നുള്ളതാണ്. സോ അഗ്നിശമനികളിൽ ഓഫ് കോഴ്സ് ഏത് വാതകമായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. ഓക്കെ, ഉറുമ്പിലുള്ള ആസിഡ് ഏതാണെന്നറിയോ? ഉറുമ്പിലുള്ള ആസിഡ്, ആപ്പിളുള്ളത് മാലിക് ആസിഡാണ്. ഉറുമ്പിലുള്ള ആസിഡ് ഫോമിക് ആസിഡാണ് അല്ലേ. ഉറുമ്പിലുള്ള ആസിഡ് ഫോമിക് ആസിഡാണ്. ഓക്കെ, ഇനി കുറച്ച് പേര് പറയാം. അതിൻ്റെ രാസനാമം നിങ്ങൾക്ക് അറിയുമെന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പക്കാരത്തിൻ്റെ രാസനാമം അറിയാമോ? അപ്പക്കാരം രാസനാമം അറിയാമോ? അപ്പക്കാരത്തിൻ്റെ രാസനാമം സോഡിയം ബൈകാർബണേറ്റ് എന്നാണ് അപ്പക്കാരത്തിൻ്റെ രാസനാമം. പഠിച്ചു വെച്ചോണം. സോഡിയം ബൈകാർബണേറ്റ് ആണ് അപ്പക്കാരത്തിൻ്റെ രാസനാമം. സോഡിയം ബൈകാർബണേറ്റ് ആണ് കേട്ടോ. നമ്മൾ അപ്പം ബൈ ചെയ്യുകയാണ്. കടയിൽ പോയിട്ട് ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ അപ്പം ബൈ ചെയ്യുക. ബൈ എന്നുണ്ട്, സോഡിയം ബൈകാർബണേറ്റ്. ആ ബൈ ഉണ്ടെങ്കിൽ അത് അപ്പക്കാരമാണ്. സോഡിയം ബൈകാർബണേറ്റ് ആണ് അപ്പക്കാരം. ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ രാസനാമം എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. CaOH കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ രാസനാമം. കാസ്റ്റിക് സോഡ കേട്ടിട്ടുണ്ടോ? കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. NaOH സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കാസ്റ്റിക് സോഡ. അത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ അത് ചുണ്ണാമ്പ് വെള്ളമായിരിക്കും. ഓക്കെ, കാസ്റ്റിക് പൊട്ടാഷ് ആണെങ്കിലോ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും. സോഡിയത്തിന് പകരം പൊട്ടാസ്യം ആയാലും കാസ്റ്റിക് പൊട്ടാസ് അല്ലേ. അപ്പോൾ കാസ്റ്റിക് സോഡ, കാസ്റ്റിക് പൊട്ടാഷ്, സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്
എന്താണ് സോഡിയം ഹൈഡ്രോക്സൈഡ്, ഇതാണ് സോഡിയം ഹൈഡ്രോക്സൈഡാണ് കാസ്റ്റിക് സോഡ എന്ന് പറയുന്നത്. അതുപോലെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡാണ് കാസ്റ്റിക് പൊട്ടാഷ് എന്ന് പറയുന്നത്. ഓക്കെ, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ചുണ്ണാമ്പ് വെള്ളമാണ്, മാറിപ്പോകേണ്ട, കാൽസ്യം ഉള്ളത് ചുണ്ണാമ്പിലാണ് കേട്ടോ. ഇനി ആൽക്കലി നമുക്കറിയാം ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു എന്ന് പറഞ്ഞു. ആൽക്കലിക്ക് വഴുവഴുപ്പുള്ള അതാണ് ആൽക്കലികൾ കാരത്തിൻ്റെ രുചിയാണ്. ആസിഡിന് ഒരു പുളിസ്വാദാണെങ്കിൽ ആൽക്കലിക്ക് കാരത്തിൻ്റെ രുചിയാണ്. ഇനി ഇപ്പം നമ്മൾ ആസിഡ് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ചെമ്പരത്തിപ്പൂ ലിറ്റ്മസ് പേപ്പർ, ആ ഒരു എക്സ്പെരിമെൻ്റൊക്കെ നിങ്ങൾ സ്കൂളിൽ കേട്ടിട്ടുണ്ടാകും അല്ലേ? ഇപ്പം നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ചെമ്പരത്തിപ്പൂവ്, മഞ്ഞൾ, ബീട്രൂട്ട് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ആസിഡിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും, നിറം മാറുന്ന വെച്ചിട്ട്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ സൂചകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഈ ചെമ്പരത്തിപ്പൂവിനെയും മഞ്ഞളിനെയൊക്കെ സൂചകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ലബോറട്ടറിയിലാണെങ്കിൽ ഇത് ടെസ്റ്റ് ചെയ്യുന്ന ലിറ്റ്മസ് പേപ്പറൊക്കെ ഉപയോഗിച്ചു. അപ്പോൾ ലിറ്റ്മസ് പേപ്പറും മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലീനൊക്കെ ചില സൂചകങ്ങളാണ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. നീല ലിറ്റ്മസ് പേപ്പർ ആണെങ്കിൽ, ബ്ലൂ ആണെങ്കിൽ ആസിഡിൽ അതിൻ്റെ നിറം റെഡാണ്. അതേസമയം ഈ ബ്ലൂ ആൽക്കലിയിൽ ബ്ലൂ കളർ തന്നെയാണ്. ഓക്കെ, അതുപോലെ ഇപ്പോൾ റെഡ് ലിറ്റ്മസ് പേപ്പറാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ, ചുവന്ന ലിറ്റ്മസ് പേപ്പർ ആണെങ്കിൽ ആസിഡിൻ്റെ നിറം റെഡ് തന്നെയാണ്. ഈ ചുവന്ന ലിറ്റ്മസ് പേപ്പറിന് ആൽക്കലിയിൽ നിറം എന്താകും? ബ്ലൂ ആകും. ഓക്കെ, ആൽക്കലിയിലെ നിറം ബ്ലൂ ആയിരിക്കും. ഓക്കെ, ഇനി ഫിനോഫ്തലീൻ എന്ന് പറഞ്ഞതിന് ആസിഡിൽ നിറമില്ല കേട്ടോ. ഫിനോഫ്തലീൻ്റെ ആസിഡിൽ നിറമില്ല, ആൽക്കലിയിൽ പിങ്ക് നിറമായിരിക്കും. അതൊക്കെ ഒരു സൂചകമാണ് ഈ ഫിനോഫ്തലീനൊക്കെ ആസിഡാണോ ആൽക്കലിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. മീഥൈൽ ഓറഞ്ച് അതുപോലത്തെ ഒരു സൂചകമാണ്. ആസിഡിലെ നിറം ഇളം പിങ്കാണ്, അതിന് ആൽക്കലിയിലെ നിറം ഇളം മഞ്ഞയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ മഞ്ഞളും ആൽക്കലിയും കൂടെ കൂട്ടിച്ചേർത്താൽ, അതായത് ഇപ്പോൾ മഞ്ഞൾ സോപ്പ് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോപ്പ് വെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ടാൽ എന്ത് കളറായിട്ട് മാറും? ചുവന്ന കളറായിട്ട് മാറാറുണ്ട് അല്ലേ? മണ്ണിലെ ആസിഡ് സ്വഭാവം കുറയ്ക്കാൻ വേണ്ടി മണ്ണിൽ എന്ത് ചേർക്കും? ബേസിക് ആസിഡ് സ്വഭാവം കുറച്ച് ക്ഷാരഗുണം കൂട്ടാൻ വേണ്ടി മണ്ണിൽ ചേർക്കുന്നത് കുമ്മായാണ്. ഓർത്തോണം, കുമ്മായാണ്. അച്ചാറുകളിലും ഭക്ഷ്യവസ്തുക്കളിലും ഒക്കെ കേടാതിരിക്കാൻ വേണ്ടി ഇടുന്ന ആസിഡ് ഏതാണ്? വിനാഗിരിയാണ് അല്ലേ? അസറ്റിക് ആസിഡാണ് അല്ലേ? ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാനും പാനീയങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന വേറൊരു ആസിഡാണ് സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ് പാനീയങ്ങളിലൊക്കെ ഉപയോഗിക്കാറുണ്ട് കേടുവരാതിരിക്കാൻ വേണ്ടി. പിന്നെ രാസവളം, പെയിൻറ്റ്, ഡൈ ഇതിൻ്റെയൊക്കെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണെന്നറിയാമോ? പെയിൻറ്റ് നിർമ്മാണം, രാസവളം, ഡൈ ഇവൻ്റെയൊക്കെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്, ഒപ്പം നൈട്രിക് ആസിഡും കേട്ടോ. പേപ്പർ, ഡൈ, രാസവളം ഒക്കെ നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും. മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? അത് സൾഫ്യൂരിക് ആസിഡ്. മോട്ടോർ വാഹനങ്ങൾ അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളതാണ്. ഈ മോട്ടോർ വാഹനത്തിലൊക്കെ നല്ല സ്ട്രെങ്ത്തിലാണല്ലോ വണ്ടി ഓടിച്ചപ്പോൾ, അത് സൾഫ്യൂരിക് ആസിഡാന്ന് ഓർക്കുക. ഡൈ, പെയിൻറ്റ് ഇതിലൊക്കെ സൾഫ്യൂരിക് ആസിഡുണ്ട്, നൈട്രിക് ആസിഡുണ്ട്. മഷി, തുകൽ ഇവയുടെയൊക്കെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? മഷിയുടെ നിർമ്മാണം, തുകൽ നിർമ്മാണത്തിലൊക്കെ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണെന്നറിയോ? ടാനിക് ആസിഡ്. അത് പഠിച്ചു വെച്ചോണേ. മഷി, തുകൽ നിർമ്മാണത്തിലൊക്കെ ഉപയോഗിക്കുന്ന ആസിഡ് ടാനിക് ആസിഡാണ്, ടാനിക് ആസിഡ്. ഓക്കെ, ഇപ്പം ഒരു വസ്തു ആസിഡ് സ്വഭാവം ഉള്ളതാണോ ബേസ് സ്വഭാവം ഉള്ളതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് pH സ്കെയിൽ എന്ന് പറയുന്നത്. pH സ്കെയിൽ അത് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. pH 7 ആണെങ്കിൽ അത് സൂചിപ്പിക്കുന്ന ഒരു നിർവീര്യ വസ്തുവിനെയാണ്, നെയ്തർ ആസിഡ് നോർ ബേസ് ആണ്. pH 7 ആണെങ്കിൽ ന്യൂട്രലാണ്, ആസിഡും അല്ല ബേസും അല്ല. 7ന് താഴെയാണെങ്കിലോ? 7ന് താഴെ, അത് 0 to 7 വരെയുള്ളത് ആസിഡാണ്. ഓക്കെ, പിന്നെ 7ന് മേലിലോട്ടുള്ളതാണെങ്കിൽ ബേസ് ആയിരിക്കും. അപ്പോൾ ആദ്യം ആസിഡാണ്, എ കഴിഞ്ഞിട്ടാണ് ബി വരുന്നത്. 0 to 7 ആസിഡാണ്, 7ന് മേലേക്ക് pH കാണിച്ചിട്ടുണ്ടെങ്കിൽ ബേസ് സ്വഭാവമായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ കുറച്ച് ആസിഡ്സിൻ്റെ പേര് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇവിടുന്ന് ചോദിക്കാനൊക്കെ സാധ്യതയുള്ള ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള മാലിക് ആസിഡ്, ഉറുമ്പിലടങ്ങിയിട്ടുള്ളത് ഫോമിക് ആസിഡ്, പിന്നെ നീല ലിറ്റ്മസിനെ ചുമപ്പാക്കുന്നത് അല്ലേ ആസിഡ് സ്വഭാവമാണെങ്കിൽ നീല റെഡായിട്ട് മാറും. അതൊക്കെ സൂചകങ്ങളാണ് ഈ ലിറ്റ്മസ് പേപ്പറൊക്കെ. പിന്നെ അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ് ആണ്. കാസ്റ്റിക് സോഡ എന്ന് പറയുമ്പോഴേക്കും സോഡിയം ഹൈഡ്രോക്സൈഡും, കാസ്റ്റിക് പൊട്ടാഷ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമാണ്. ചുണ്ണാമ്പ് വെള്ളം കാൽസ്യം ഹൈഡ്രോക്സൈഡാണ്. പിന്നെ നമ്മുടെ കത്താൻ സഹായിക്കുന്ന ഓക്സിജൻ, കത്തുന്ന വാതകം ഹൈഡ്രജൻ തീ അണയ്ക്കുന്നത് നമ്മുടെ ഇതിനകത്തൊക്കെ ഉപയോഗിക്കുന്നത്, അതായത് അഗ്നിശമനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ ആ പേര് കൊടുത്തിട്ടുള്ള ലാവോസിയർ ആണ്. വാട്ടർ പ്രൊഡ്യൂസർ എന്നാണ് ഹൈഡ്രജൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, പിന്നെ മഷി തുകലൊക്കെ ഇതിനകത്തൊക്കെ അവയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ആസിഡ് ടാനിക് ആസിഡാണ്. ടാനിക്, പെയിൻറ്റ്, ഡൈ അതിനകത്തൊക്കെ നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡുമാണ്. മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററികളിലുള്ളത് സൾഫ്യൂരിക് ആസിഡാണ്. പിന്നെ pH സ്കെയിൽ 0 to 7 ആസിഡും 7 above ബേസുമാണ്. 7 ആണെങ്കിൽ നിർവീര്യമാണ്. ഓക്കെ, ഇത്രയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഇനി 8ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററാണ് പദാർത്ഥ സ്വഭാവം. ഓക്കെ, പദാർത്ഥങ്ങളുടെ 4 അവസ്ഥ: ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. നമുക്കറിയാം 4ാമത്തെ അവസ്ഥ പ്ലാസ്മയാണ്. ഖരാവസ്ഥയിൽ കണികകളൊക്കെ വളരെ അടുത്താണ്, ദ്രാവകത്തിൽ കുറച്ച് അകന്നായിരിക്കും, വാതകത്തിൽ വളരെ അകന്നായിരിക്കും. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ചില ഖരപദാർത്ഥങ്ങൾ ചൂടായാൽ ദ്രാവകം ആകാണ്ട് നേരിട്ട് വാതകമാകാറുണ്ട് അല്ലേ? അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കർപ്പൂരം കത്തിച്ചാൽ നേരിട്ടത് വാതകമാകും.
സാധാരണ ഒരു ഖരപദാർത്ഥം അത് ചൂടാകുമ്പോൾ പതുക്കെ വാതകമായിട്ട് ദ്രാവകമാകും. ചിലത് നേരിട്ട് ചൂടാക്കുമ്പോൾ നേരിട്ട് ദ്രാവകമാകാതെ വാതകമാകാറുണ്ട്. ആ ഒരു പ്രോസസ്സിന് പറഞ്ഞ പേര് സബ്ലിമേഷൻ എന്നാണ്. ഉൽപ്പതനം എന്ന് മലയാളത്തിൽ പറയും. സബ്ലിമേഷൻ അഥവാ ഉത്പതനം. ഖരം നേരിട്ട് വാതകമാകുന്നതിനാണ് ഉത്പതനം. പാറ്റ, ഗുളിക, അതുപോലെ കർപ്പൂരം, അയഡിനൊക്കെ ഇങ്ങനെ ഉത്പതനം സംഭവിക്കുന്ന വസ്തുക്കളാണ്. ഓക്കെ, ഇനി വ്യത്യസ്ത കണികകളാൽ നിർമ്മിച്ചിട്ടുള്ള പദാർത്ഥങ്ങളെയാണ് മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. ഒരേ കണികകളാണെങ്കിൽ ശുദ്ധ പദാർത്ഥങ്ങളായിരിക്കും, വ്യത്യസ്ത കണികകളാണെങ്കിൽ മിശ്രിതങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലിനിക്കൽ ലാബുകളിലൊക്കെ രക്തസാമ്പിളുകളൊക്കെ അതിൽ നിന്ന് രക്തസാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാനും പരീക്ഷണം നടത്താനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. സെൻട്രിഫ്യൂജ് എന്നുള്ള ഉപകരണം ഉപയോഗിച്ചിട്ടാണ് സെൻട്രിഫ്യൂഗേഷൻ നടത്തുന്നത്. തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതി സെൻട്രിഫ്യൂഗേഷൻ. അതൊന്ന് ഓർത്ത് വെച്ചോ. തൈരിൽ നിന്ന് നമുക്ക് വെണ്ണ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് സെൻട്രിഫ്യൂഗേഷൻ. ഓക്കെ, ഇനി ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന വേറെ മാർഗ്ഗമാണ് ക്രൊമാറ്റോഗ്രഫി. അപ്പോൾ ഒരേ ലായകത്തിൽ തന്നെ ഒന്നിലധികം ലീനങ്ങളുണ്ട്, അതിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ക്രൊമാറ്റോഗ്രാഫി ഉപയോഗിക്കും. ഇപ്പോൾ ചായങ്ങളിൽ നിന്ന് ഓരോ ഘടകങ്ങളെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ക്രൊമാറ്റോഗ്രാഫിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ രക്തത്തിൽ കലർന്ന വിഷാംശങ്ങളെയൊക്കെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് ക്രൊമാറ്റോഗ്രാഫിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നിറമുള്ള പദാർത്ഥങ്ങളെ വേർതിരിക്കാനൊക്കെ ക്രൊമാറ്റോഗ്രാഫി ഉപയോഗിക്കും. ഇനി സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായിട്ട് ദ്രാവകങ്ങൾ മുകളിലോട്ട് ഉയരുന്ന ആ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത്? സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വം എന്ന് പറയുമ്പോൾ ഭൂമി താഴെയായിട്ടാണ് അട്രാക്ട് ചെയ്യണേ. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് മേളിലോട്ട് കയറും അല്ലെ. ഭൂഗുരുത്വത്തിന് എതിരായിട്ട് പദാർത്ഥങ്ങൾ എന്ത് ചെയ്യും? ദ്രാവകം അല്ലെങ്കിൽ നമ്മൾ സ്ട്രോയൊക്കെ വലിക്കുമ്പോൾ ദ്രാവകം മുകളിലേക്ക് ഉയരുമല്ലോ. ആ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് കേശികത്വം. അപ്പോൾ ഭൂഗുരുത്വത്തിന് എതിരായിട്ട് സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ദ്രാവകം മുകളിലോട്ട് ഉയരുന്നതിന് പറഞ്ഞ പേരെന്താണ്? കേശികത്വം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന മാർഗം എന്താണ്? അതാണ് സ്വേദനം. ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് സ്വേദനം. അപ്പോൾ രക്തത്തിൽ നിന്ന് വിഷാംശങ്ങളെ വേർതിരിച്ചെടുക്കാൻ ക്രൊമാറ്റോഗ്രഫി, പിന്നെ തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കുന്നത് സെൻട്രിഫ്യൂഗേഷൻ, ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്നത് സ്വേദനം. ഇതൊക്കെ ഈ ലായകങ്ങളിൽ നിന്ന് ലീനങ്ങളെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിലയിൽ വലിയ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലാണ് സ്വേദനം. ഇപ്പോൾ ഉപ്പുവെള്ളം, ആ വെള്ളത്തിനും ഉപ്പിനൊക്കെ തിളനിലയിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ വ്യത്യാസമുള്ള എപ്പോഴാണ് ഈ സ്വേദനം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ജലത്തിൻ്റെ തിളനില എത്രയാണ്? ജലത്തിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അസറ്റോൺ എന്ന് പറഞ്ഞൊരു സാധനം, അതിൻ്റെ തിളനില 56 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഒന്ന് 100ഉം ഒന്ന് 56ഉം, ജലവും അസറ്റോണും. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമാകുമ്പോഴാണ് ഇത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സ്വേദനം ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ മിശ്രിതത്തിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങളുടെ തിളനിലകൾ നമ്മൾ ചെറിയ വ്യത്യാസമുള്ളതെന്ന് വെച്ചോ. ചെറിയ വ്യത്യാസമുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആംശിക സ്വേദനം. ഓക്കെ, അപ്പോൾ വലിയ ഡിഫറൻസ് ആണ് തിളനിലെങ്കിൽ സ്വേദനമാണ്, ചെറിയ വ്യത്യാസമുള്ളെങ്കിൽ ആംശിക സ്വേദനം. ഇങ്ങനെ ആംശിക സ്വേദനത്തിലൂടെ വേർതിരിക്കുന്ന ഒരു എക്സാമ്പിളാണ് എഥനോളും മെഥനോളും കലർന്ന ദ്രാവകം. എഥനോള് പ്ലസ് മെഥനോള് മിക്സ് ചെയ്തിരിക്കുകയെന്ന് വെച്ചോ. എഥനോളിൻ്റെ തിളനില എന്ന് പറഞ്ഞാൽ 78 ഡിഗ്രി സെൽഷ്യസും മെഥനോളിൻ്റെ 65 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പോൾ ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പോൾ ആംശിക സ്വേദനം വഴി വേർതിരിക്കാം. ഓക്കെ, പിന്നെ ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോള്, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത ഇങ്ങനെയുള്ള പെട്രോളിയം പ്രൊഡക്ട്സ് ഒക്കെ വേർതിരിക്കുന്നത്. ക്രൂഡ് ഓയിലിൽ നിന്നാണ് ഇതെല്ലാം, ഡീസലും പെട്രോളും ഇങ്ങനെ പെട്രോളിയം പ്രൊഡക്ട്സ് ഒക്കെ വേർതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ആംശിക സ്വേദനമാണ് ഉപയോഗിക്കുന്നത്. ഇനി പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കണം എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിക്കും. പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവരുടെ മിശ്രിതത്തിൽ നിന്ന്, അവർ ഒരുമിച്ച് നിൽക്കുന്ന മിശ്രിതത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിക്കും. അമോണിയം ക്ലോറൈഡും മണലും ചേർന്ന മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ ഈ ഉത്പതനം വെച്ചിട്ടാണ്, സബ്ലിമേഷൻ ഉപയോഗിച്ചാണ് അമോണിയം ക്ലോറൈഡും മണലും ചേർന്ന മിശ്രിതത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്, ഘടകങ്ങളെ. അതുപോലെ കണികകളുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഘടകങ്ങളെ വേർതിരിക്കാനുള്ള മാർഗ്ഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. അതായത് ഇത്രയേ ഉള്ളൂ, ഒരു ലായകം അതിനകത്ത് വേറെ ലീനങ്ങളൊക്കെ അടിഞ്ഞു കൂട്ടിയിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാനുള്ള പല പല മെത്തേഡ്സ് ആണ്. ഒന്ന് ഉൽപ്പതനം, അത് ഈ ഖരവസ്തുക്കൾ നേരിട്ട് വാതകമാകുന്ന മെത്തേഡാണ് ഉൽപ്പതനം. പിന്നെ ഒന്ന് സെൻട്രിഫ്യൂഗേഷൻ, അതെന്താണ്? ഈ കണികകളുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിശ്രിതങ്ങളെ വേർതിരിക്കാനുള്ള മെത്തേഡാണ് സെൻട്രിഫ്യൂഗേഷൻ. തൈരിൽ നിന്ന് വെണ്ണ അങ്ങനെയാണ് എടുക്കുന്നത്. പിന്നെയുള്ളത് സ്വേദനമാണ്. സ്വേദനം എന്ന് പറയുമ്പോഴേക്കും തമ്മിൽ കലർന്നിട്ടുള്ള ഈ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിലയിൽ വലിയ വ്യത്യാസം വരുമ്പോഴാണ് ഉപ്പുവെള്ളത്തിന് ഉപ്പ് സെപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ ചെറിയ ചെറിയ വ്യത്യാസമുള്ളെങ്കിൽ ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോളിയം ഒക്കെ എടുക്കുന്നത് ആംശിക സ്വേദനം വഴിയാണ്. ഓക്കെ, അതാണ് ഇതിനകത്ത് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ സെൻട്രിഫ്യൂഗേഷൻ, സ്വേദനം, അതുപോലെ തന്നെ സബ്ലിമേഷൻ,
പിന്നെന്താണ് ആംശിക സ്വേദനം മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഭൂഗർഭത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ദ്രാവകം മുകളിലോട്ട് വരുന്നതാണ് കേശികത്വം. അപ്പം ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ്. ഇനി പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറഞ്ഞ 8ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററാണ്. ഇതിനകത്ത് ജസ്റ്റ് ഓരോ പദാർത്ഥങ്ങളുടെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറയുകയാണ്. പഞ്ചസാരയിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഇത് മൂന്നുമാണ് പഞ്ചസാരയിലെ ഘടകങ്ങൾ. വെള്ളം, ജലത്തിലെ ഘടകങ്ങൾ ഏതാണ്? H2O ആണ് അല്ലെ, ഹൈഡ്രജനും ഓക്സിജനും ആണ്. അപ്പോൾ ഈ വെള്ളത്തിലൂടെ വൈദ്യുതി കടത്തി വിടുമ്പോൾ അത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സെപ്പറേറ്റ് ചെയ്യും എന്ന് കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഹംഫ്രി ഡേവിയാണ്. വെള്ളത്തിലൂടെ വൈദ്യുതി കടത്തി വിടുമ്പോൾ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന കണ്ടുപിടിച്ചത് ആരാണ്? ഹംഫ്രി ഡേവിയാണ്. ഓക്കെ, ഇനി ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ H2O, വെള്ളം, ജലം ഉണ്ടാകും. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു എന്ന് കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷിനെ പറ്റി മുന്നേ നമ്മൾ പറഞ്ഞു. അദ്ദേഹമാണ് എന്ത് കണ്ടുപിടിച്ചത്? ഹൈഡ്രജനെ കണ്ടുപിടിക്കുന്നത്. ആ പേര് കൊടുത്ത ലാവോസിയർ ആണ്. അപ്പം അദ്ദേഹം തന്നെയാണ് ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നത് കണ്ടുപിടിച്ചതും ഹെൻറി കാവൻഡിഷ് ആണ്. ഓക്കെ, ഇനി രാസപ്രക്രിയ വഴി വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കി മാറ്റാൻ സാധിക്കാത്ത രാസപദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് മൂലകങ്ങൾ. ഇപ്പോൾ H2Oയിൽ നമ്മൾ വൈദ്യുതി കടത്തി വിട്ട് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഓക്സിജനായിട്ട് സെപ്പറേറ്റ് ചെയ്യും. പക്ഷേ ഹൈഡ്രജനെയും ഓക്സിജനും വീണ്ടും നമുക്ക് അതുവഴി വീണ്ടും പുതിയ പദാർത്ഥങ്ങളാക്കാൻ പറ്റത്തില്ല. അതായത് രാസപ്രക്രിയ വഴി വിഘടിപ്പിച്ച് വീണ്ടും ഘടകങ്ങളാക്കാൻ പറ്റാത്ത ഇത്തരം രാസപദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മൂലകങ്ങൾ എന്നാണ് എന്താണെന്ന് ചോദിച്ചാൽ രാസപ്രക്രിയ വഴി ഘടകങ്ങളാക്കി മാറ്റാൻ പറ്റാത്ത പദാർത്ഥങ്ങളാണ് ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ മൂലകങ്ങളാണ്. ഓക്കെ, ഇനി 2ഓ അതിലധികമോ മൂലകങ്ങൾ, ഇപ്പോൾ ഹൈഡ്രജൻ, ഓക്സിജൻ, ഇങ്ങനെ 2ഓ അതിലധികമോ മൂലകങ്ങൾ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് എന്ത്? സംയുക്തം എന്ന് പറയുന്നത്. സംയുക്തം. ഇപ്പോൾ H2O ഒരു സംയുക്തമാണ്, ഇപ്പോൾ പഞ്ചസാര ഒരു സംയുക്തമാണ്. അതിനകത്തൊക്കെ ഉള്ള മൂലകങ്ങളാണ് ഹൈഡ്രജനും ഓക്സിജനും കാർബണും ഒക്കെ. ഓക്കെ, ഇനി ഈ മൂലകങ്ങളെയൊക്കെ പ്രതീകങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. ഹൈഡ്രജനെ H വെച്ചിട്ട്, ഓക്സിജനെ O വെച്ചിട്ട്, അങ്ങനെ പ്രതീകങ്ങൾ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൂലക സമ്പ്രദായം, ഇങ്ങനെ പ്രതീകങ്ങൾ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ ഒരു മൂലക സമ്പ്രദായം കണ്ടുപിടിച്ച ആളാണ് ബെർസീലിയസ് ആണ് സെലീനിയം, തോറിയം, സീറിയം, സിലിക്കൺ ഈ മൂലകങ്ങളൊക്കെ കണ്ടുപിടിച്ചത് ബെർസീലിയസ് ആണ്. അപ്പോൾ ബെർസീലിയസ് ആണ് ഈ മൂലക സമ്പ്രദായം ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്. ബെർസീലിയസ് ആണ്. അദ്ദേഹം കണ്ടുപിടിച്ചതാണ് സെലീനിയം, തോറിയം, സീറിയം, സിലിക്കൺ എന്നൊക്കെ പറയണത്. ഓക്കെ, ഇനി ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും അടങ്ങിയിട്ടുള്ള ഏറ്റവും ചെറിയ കണം, ഇപ്പോൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞൊരു സംഭവത്തിനെ എടുത്തു, അതിന് നമ്മൾ മുറിച്ച് ഏറ്റവും ചെറിയ കണം ആക്കുമ്പോഴും അതിനകത്തും ഈ ഹൈഡ്രജൻ്റെ അതേ സ്വഭാവം ഉണ്ട്. ഓക്കെ, ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും അടങ്ങിയിട്ടുള്ള ഏറ്റവും ചെറിയ കണത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആറ്റം എന്ന് വിളിക്കുന്നത്. ആറ്റം. ഓക്കെ, സ്വതന്ത്രമായിട്ടും സ്ഥിരമായിട്ടും ഒറ്റയ്ക്കും മാറാതെ നിൽക്കുന്ന ഒരു മൂലകത്തിൻ്റെ ഏറ്റവും ചെറിയ കണത്തിനെ വിളിക്കുന്ന പേരാണ് തന്മാത്ര എന്ന് പറയുന്നത്. ഓക്കെ, ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും അടങ്ങിയിട്ടുള്ള ഏറ്റവും ചെറിയ കണമാണ്. എന്നാൽ സ്വതന്ത്രമായിട്ടും സ്ഥിരമായിട്ടും നിൽക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കണമാണ് തന്മാത്ര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൂലകം എന്ന് പറഞ്ഞ രാസമാറ്റത്തിലൂടെ വിഘടിപ്പിക്കാൻ പറ്റാത്ത, ഘടകങ്ങളാക്കി മാറ്റാൻ പറ്റാത്ത പദാർത്ഥങ്ങളെ നമ്മൾ മൂലകങ്ങൾ എന്ന് പറയും. വിഘടിപ്പിക്കാൻ പറ്റാത്ത മൂലകങ്ങളാണ്. പിന്നെ 2ഓ അതിലധികം മൂലകങ്ങൾ ചേരുമ്പോൾ സംയുക്തം ഉണ്ടാകും. ഇനി ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവം അടങ്ങിയിട്ടുള്ള ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുക. സ്വതന്ത്രമായിട്ടും സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കണികയാണ് ഇത് പറയുക തന്മാത്ര എന്ന് പറയുന്നത്. അപ്പോൾ മൂലകം എന്താ, ആറ്റം എന്താ, സംയുക്തം എന്താ, തന്മാത്ര എന്താ, 4 കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം 2 ആറ്റം ഉണ്ടെങ്കിൽ ദ്വയാറ്റോമിക തന്മാത്ര എന്ന് പറയും. ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, നൈട്രജൻ ഒക്കെ ദ്വയാറ്റോമിക തന്മാത്രകളാണ്. 2 കൂടുതൽ ആറ്റങ്ങളുള്ള മൂലകങ്ങളാണെങ്കിൽ 2 കൂടുതൽ ആറ്റങ്ങളുള്ള തന്മാത്രകൾ നമ്മൾ ബഹു അറ്റോമിക തന്മാത്രകൾ എന്നാണ് പറയുക. എക്സാമ്പിൾ ഫോസ്ഫറസ് P4 ആണ്. അതുപോലെ സൾഫർ S8 ആണ്. ഓക്കെ, ഈ ആറ്റം എന്ന് പറഞ്ഞ വാക്ക് അതൊരു ലാറ്റിൻ വേർഡായ ആറ്റമോസ് എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ആറ്റം എന്ന് പറഞ്ഞ വാക്ക് ഉണ്ടായിട്ടുള്ളത് ഒരു ലാറ്റിൻ വേർഡാണ്. ലാറ്റിൻ വേർഡിൻ്റെ പേര് ആറ്റമോസ് എന്നാണ്. ഓക്കെ, ആറ്റം എന്ന വാക്കിൻ്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. ഓക്കെ, ആറ്റത്തിൻ്റെ അർത്ഥം എന്താണ്? ഹൈഡ്രജൻ്റെ അർത്ഥം വാട്ടർ പ്രൊഡ്യൂസറാണ്, ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ആറ്റം എന്ന വാക്കിൻ്റെ അർത്ഥം അറ്റമോസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ജോൺ ഡാൾട്ടൺ ആണ്. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് പഠിച്ച ചോദ്യങ്ങൾ പ്രധാനമായിട്ടും എന്താണ്? ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ ഹൈഡ്രജനും ഓക്സിജനും സെപ്പറേറ്റ് ചെയ്യുന്നത് കണ്ടുപിടിച്ചത് ഹംഫ്രി ഡേവിയാണ്. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ വെള്ളം ഉണ്ടാവുമെന്ന് കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ഓക്കെ, പിന്നെ 4 മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ വിഘടിപ്പിക്കാൻ കഴിയാത്ത പദാർത്ഥങ്ങളാണ്. പിന്നെ ആറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവം അടങ്ങിയിട്ടുള്ള ഏറ്റവും ചെറിയ കണമാണ്.
തന്മാത്ര എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണമാണ്. 2 അതിലധികം മൂലകങ്ങൾ ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഈ മൂലകങ്ങളെ പ്രതീകങ്ങൾ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഒരു മൂലക സമ്പ്രദായം, പ്രതീകങ്ങൾ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്ന സമ്പ്രദായം ബേഴ്സിലിയസ് ആണ് കണ്ടുപിടിച്ചത്. അദ്ദേഹം കണ്ടുപിടിച്ചതാണ് സെലീനിയം, തോറിയം, സീറിയം, സിലിക്കൺ എന്ന് പറഞ്ഞത്. ഓക്കെ. പിന്നെ ആധുനിക ആറ്റം സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ ആറ്റത്തിൻ്റെ അർത്ഥം എന്താണ്? ആറ്റം, ആറ്റമോസ് എന്നാണ് വിഭജിക്കാൻ കഴിയാത്തത്, ലാറ്റിൻ വേർഡാണ്. ഓക്കെ. ഇനി 8ാം ക്ലാസ്സിലെ രാസമാറ്റങ്ങൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ് കേട്ടോ. ഭൗതികമാറ്റം, രാസമാറ്റം. ഇതിൽ ഒന്ന് താൽക്കാലികം, ഒന്ന് സ്ഥിരവുമാണ്. ഏതാണ്? ഭൗതിക മാറ്റം എന്ന് പറഞ്ഞത് താൽക്കാലിക മാറ്റമാണ്. ഭൗതികം താൽക്കാലികമാണ്, രാസമാറ്റമാണ് സ്ഥിരമാറ്റം എന്ന് പറയുന്നത്. ഓക്കെ. ഭൗതിക മാറ്റത്തിൽ ഇപ്പോൾ തന്മാത്ര ക്രമീകരണത്തിലെ മാറ്റം മാത്രമാണ്, തന്മാത്രയുടെ ആ ഒരു ക്രമീകരണത്തിലൊരു മാറ്റം മാത്രമേ നടക്കുന്നുള്ളൂ. അതായത് അവരുടെ അറേഞ്ച്മെൻറ്റിൽ മാത്രമാണ് മാറ്റം നടക്കുന്നുള്ളൂ. പക്ഷേ രാസമാറ്റത്തിൽ പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു എന്നാണ് വ്യത്യാസം. പുതിയ തന്മാത്രകൾ രൂപം കൊള്ളുന്നു, അതാണ് സ്ഥിരമാക്കുന്നത്. ഓക്കെ. ഇപ്പോൾ സോഡിയം വെള്ളവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? സോഡിയം പ്ലസ് വാട്ടർ പ്രവർത്തിച്ചിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡാണ് ഉണ്ടാകുന്നത്. സോഡിയം ജലവുമായിട്ട് പ്രവർത്തിച്ചിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു. മുന്നേ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, NaOH പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോഡിയം, പൊട്ടാസ്യം എന്നിങ്ങനെയുള്ള ലോഹങ്ങളൊക്കെ ജലവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഒരു വാതകം ഉണ്ടാകുന്നുണ്ട്. ആ വാതകം ഏതാണ്? സോഡിയവും പൊട്ടാസ്യവും ഒക്കെ ജലവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. ഹൈഡ്രജനാണ് ഉണ്ടാകുന്ന വാതകം. ഓക്കെ. ഇനി മഗ്നീഷ്യം ഇപ്പോൾ വായുവിൽ കത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താപവും പ്രകാശവും ഉണ്ടാകും. ഇപ്പോൾ ഓരോ മാറ്റം സംഭവിക്കുമ്പോൾ ഒരു എനർജി, മഗ്നീഷ്യം വായുവിൽ കത്തിയാൽ ചൂടും പ്രകാശവും ഉണ്ടാകുന്നു. ഓക്കെ. അപ്പോൾ ചില രാസപ്രവർത്തനം നടക്കുമ്പോൾ താപം പുറത്തേക്ക് വരും അല്ലേ, ചൂടുണ്ടാകും. അങ്ങനെ താപം പുറത്തേക്ക് വരുന്നതാണെങ്കിൽ താപമോചക രാസപ്രവർത്തനങ്ങൾ എന്ന് പറയും. താപം പുറത്തേക്ക് വരികയാണെങ്കിൽ രാസപ്രവർത്തനം വഴി താപം പുറത്ത് വരുന്നതാണെങ്കിൽ താപമോചക പ്രവർത്തനമാണ്, എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയും. എന്നാലും ചില രാസപ്രവർത്തനം നടക്കുമ്പോൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും, താപത്തിനെ ആഗിരണം ചെയ്യും. അതിനെയാണ് താപ ആഗിരണ രാസപ്രവർത്തനങ്ങൾ അഥവാ എൻഡോതെർമിക് എന്ന് പറയുന്നത്, എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. താപം പുറത്ത് വിടുന്ന എക്സോതെർമിക്കും താപം എടുക്കുന്നത് എൻഡോതെർമിക്കുമാണ്. മിന്നാമിനിങ്ങിൻ്റെ ശരീരത്തിൽ തിളക്കമുണ്ടാകാറുണ്ട് അല്ലെ, ആ തിളക്കത്തിന് കാരണം എന്ത്? അത് ഇതിനെന്താ പറയുന്നത്? ലൂസിഫറിൻ എന്ന് പറഞ്ഞ വസ്തു ഓർത്ത് വെച്ചുകൊണ്ട് മിന്നാമിനിങ്ങിൻ്റെ ശരീരത്തിൽ തിളക്കത്തിന് കാരണമാകുന്ന വസ്തു ഏതാണ്? ലൂസിഫറിനാണ്. ഓക്കെ. മിന്നാമിനിങ്ങിൻ്റെ ശരീരത്തിൽ ഈ ലൂസിഫറിൻ ഓക്സിജനുമായിട്ട് ചേരും. അങ്ങനെ ചേരുമ്പോൾ ഓക്സി ലൂസിഫറിൻ ഉണ്ടാകും. അപ്പോൾ അവിടെ ഒരു രാസമാറ്റം സംഭവിച്ചു അല്ലേ. മിന്നാമിനിങ്ങിൻ്റെ ശരീരത്തിൽ ലൂസിഫറിൻ ഈ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്ന് ഓക്സി ലൂസിഫറിൻ ഉണ്ടാകുമ്പോൾ ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ അവിടെ പ്രകാശം പുറത്തേക്ക് വിടും. ഓക്കെ. അപ്പോൾ പ്രകാശോർജ്ജം പുറത്തേക്ക് വിടുന്നതിൻ്റെ ആ ഒരു പ്രതിഭാസത്തിന് പറഞ്ഞ പേര് ബയോലൂമിനസെൻസ് എന്നാണ് പറഞ്ഞത്. ബയോലൂമിനിസെൻസ് എന്നാണ് പറയുന്നത്. അതാണ് മിന്നാമിനിങ്ങിന് ആ ഒരു ലൈറ്റ് ഉണ്ടാവാൻ കാരണം. അതിൻ്റെ ശരീരത്തിൽ ലൂസിഫറിൻ ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് എന്തുണ്ടാകുന്നു? ഓക്സി ലൂസിഫറിൻ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ബയോലൂമിനിസെൻസ് എന്ന് പറയുന്നത്. പ്രകാശോർജ്ജം അപ്പോൾ ഇവിടെ പുറത്തേക്ക് വിടുക ചെയ്തത് അല്ലേ. അപ്പോൾ ഒന്നല്ലെങ്കിൽ പ്രകാശോർജ്ജം പുറത്തേക്ക് വിടാം, ചിലതിൽ ലൈറ്റ് ഇങ്ങോട്ട് അബ്സോർവ് ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രകാശോർജ്ജം പുറത്തേക്ക് വിടുകയോ അബ്സോർവ് ചെയ്യുകയോ ചെയ്യുന്ന രാസപ്രവർത്തനമാണെങ്കിൽ പ്രകാശ രാസപ്രവർത്തനം എന്ന് പറയും. താപോർജ്ജം ആണെങ്കിൽ താപരാസപ്രവർത്തനം എന്ന് പറയും. ഇനി ചില രാസപ്രവർത്തനത്തിൽ വൈദ്യുതിനെ ആഗിരണം ചെയ്തിട്ട് ഒരു പദാർത്ഥം അതിനെ ഘടകങ്ങളായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. വൈദ്യുതിനെ ആഗിരണം ചെയ്തിട്ട് ഒരു പദാർത്ഥം അതിൻ്റെ ഘടകങ്ങളായിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നതിനെ പറഞ്ഞ പേരാണ് വൈദ്യുത വിശ്ലേഷണം. അതിൻ്റെ ഇംഗ്ലീഷാണ് ഇലക്ട്രോലൈസിസ് എന്ന് പറഞ്ഞത്. ഇലക്ട്രോലൈസിസ്. ഓക്കെ. അപ്പോൾ വൈദ്യുത വിശ്ലേഷണം എന്താണെന്ന് ചോദിച്ചാൽ, ഇലക്ട്രോലൈസിസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്തിട്ട് ഒരു പദാർത്ഥം അതിൻ്റെ ഘടകങ്ങൾ, അതായത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്നതിനെയാണ് എന്ത് പറയുക? വൈദ്യുത വിശ്ലേഷണം എന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ വൈദ്യുതി കടന്നു പോകുമ്പോൾ പദാർത്ഥങ്ങൾക്ക് രാസമാറ്റം സംഭവിക്കും. അങ്ങനെ സംഭവിക്കുന്ന പദാർത്ഥങ്ങൾ ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കും. വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റം സംഭവിക്കുകയാണെങ്കിൽ ആ പദാർത്ഥങ്ങളെ പറയുന്ന പേര് ഇലക്ട്രോലൈറ്റുകൾ എന്നാണ്. ഇലക്ട്രോലൈറ്റ്സ് കൂടെ വൈദ്യുതി കടത്തിവിട്ട് എന്ത് പറ്റും? ഇലക്ട്രോലൈറ്റ്സിന് ആ ഇലക്ട്രോലൈറ്റ്സ് രാസമാറ്റത്തിന് വിധേയമാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്, അതിനകത്ത് കൂടെയൊക്കെ കറണ്ട് കടത്തിവിട്ടാൽ സെപ്പറേറ്റ് ചെയ്യപ്പെടും. സോഡിയം ക്ലോറിനും സെപ്പറേറ്റഡ് ആകും. ഓക്കെ. കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ് ഒക്കെ ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിളാണ്. ഓക്കെ. അപ്പോൾ ഇലക്ട്രോലൈറ്റുകളിലേക്ക് നമ്മൾ വൈദ്യുതി കടത്തി വിടുമ്പോൾ വൈദ്യുതി കടത്തി വിടുന്നത് ബാറ്ററി വഴിയാണ്. അപ്പോൾ ബാറ്ററിയുടെ ധ്രുവങ്ങളുമായിട്ട് രണ്ട് ദണ്ടുകൾ, അതായത് ഇപ്പോൾ ഇങ്ങനെയാണ്, ഇതൊരു ഇലക്ട്രോലൈറ്റ് ആണ്. ഓക്കെ. ഇതിനകത്തേക്ക് കറണ്ട് കടത്തി വിടുമ്പോൾ ബാറ്ററിയുടെ എൻ്റെ ഇവിടെ ഇങ്ങനെ രണ്ട് ദണ്ടുകളിലോട്ടായിരിക്കും ഇങ്ങനെ യോജിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ ദണ്ടുകളെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ദണ്ടുകളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഡ്. ഓക്കെ. അപ്പം ഇലക്ട്രോഡ് എന്ന് പറയും. ഇലക്ട്രോഡ്സ് പറഞ്ഞ ഈ ദണ്ടുകളാണ്. ബാറ്ററിയുടെ എൻഡ് കണക്ട് ചെയ്യുന്ന ഇലക്ട്രോഡ്സിലോട്ട് ഈ ഏത് പദാർത്ഥത്തിൽ കൂടിയാണോ കറണ്ട് കടത്തി വിടുന്നത് അതിനെ വിളിക്കുന്ന പേര് ഇലക്ട്രോലൈറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ.
ഇനി രാസപ്രവർത്തനം നടക്കുമ്പോൾ ഇപ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ അല്ലെങ്കിൽ അത് പുറത്ത് വിടുകയോ ചെയ്യുകയാണെങ്കിൽ വൈദ്യുത രാസപ്രവർത്തനം എന്നാണ് അതിനെ വിളിക്കുന്നത്. ഓക്കെ. ലോഹവസ്തുക്കളിൽ ഇപ്പോൾ എന്താ പറയുക പ്ലേറ്റിംഗ് ചെയ്യത്തില്ലേ, ലോഹവസ്തുക്കളിൽ വേറെ ലോഹത്തിൻ്റെ നേരത്തെ ഒരു ആവരണം കോട്ട് ചെയ്യത്തില്ലേ, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് വൈദ്യുതി ഉപയോഗിക്കാറുണ്ട്. ആ പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് വൈദ്യുത ലേപനം. ഓക്കെ. കറണ്ട് ഉപയോഗിച്ചിട്ട് ഒരു ലോഹത്തിൻ്റെ മേലെ വേറെ ഏതെങ്കിലും ഒരു ലോഹം കോട്ട് ചെയ്ത് വെക്കുന്നതിനെയാണ് വൈദ്യുത ലേപനം അഥവാ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. പ്ലേറ്റിംഗ്. ഓക്കെ. അപ്പോൾ ഊർജ്ജം അബ്സോർബ് ചെയ്യുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ എന്ത് വിളിക്കും? ഊർജ്ജം അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ ഊർജ്ജ ആഗിരണ പ്രവർത്തനം എന്ന് വിളിക്കും. ഊർജ്ജം പുറത്ത് വിടുകയാണെങ്കിൽ ഊർജ്ജ മോചക പ്രവർത്തനം എന്ന് വിളിക്കും. ഓക്കെ. ഈ വൈദ്യുത ചാർജുള്ള കണികകളെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുന്നത്? വൈദ്യുത ചാർജുള്ള കണികളെ വിളിക്കുന്ന പേരാണ് അയോണുകൾ. അപ്പോൾ വൈദ്യുത ചാർജുള്ള കണികളെ വിളിക്കുന്ന പേരെന്താണ്? അയോണുകൾ. അപ്പോൾ അയോണുകൾ എന്ന് വെച്ചാൽ എന്താണ്? വൈദ്യുത ചാർജുള്ള കണികളെയാണ് അയോണുകൾ എന്ന് വിളിക്കുന്നത്. ഇത്രയാണ് ആ ഒരു ചാപ്റ്ററിലുള്ളത്. ഇനി 8ാം ക്ലാസ്സിലെ അടുത്തൊരു ചാപ്റ്ററാണ് ലോഹങ്ങൾ. ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്ന സവിശേഷതയെ അറിയപ്പെടുന്ന പേരെന്ത്? അതാണ് മാലിയബിലിറ്റി. എന്താണ് മാലിയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഹങ്ങളെ എന്ത് ചെയ്യും? അടിച്ച് പരത്തും, എന്നിട്ട് കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റും. ലോഹങ്ങളെ അടിച്ച് പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന ആ സവിശേഷത, ലോഹങ്ങളെ അങ്ങനെ അടിച്ച് പരത്തി നമുക്ക് കനം കുറഞ്ഞ തകിടാക്കി മാറ്റാൻ പറ്റും. ആ ഒരു സവിശേഷതനെ പറഞ്ഞ പേരാണ്, ആ ലോഹങ്ങളുടെ ആ ഒരു കഴിവാണ് എന്ത്? മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ മാലിയബിലിറ്റി ഉള്ളത് ആർക്കാണെന്നറിയാമോ? ഏറ്റവും അടിച്ചു പരത്താൻ പറ്റുന്നത് സ്വർണ്ണത്തിനാണ്. ഏറ്റവും കൂടുതൽ മാലിയബിലിറ്റി ഉള്ളത് ആർക്കാണ്? സ്വർണ്ണത്തിനാണ്. ഓക്കെ. ഇനി ലോഹങ്ങളുടെ വേറെ പ്രത്യേകത, ലോഹങ്ങളെ നമുക്ക് വലിച്ചു നീട്ടാം. അടിച്ചു പരത്താൻ മാത്രമല്ല, വലിച്ചു നീട്ടി നമുക്ക് കനം കുറഞ്ഞ് കമ്പികളാക്കി മാറ്റാൻ പറ്റാറുണ്ട്. അതിനെ പറഞ്ഞ പേരാണ് ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടാൻ പറ്റുന്നതാണ് ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞത്. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ളത് പ്ലാറ്റിനത്തിനാണ്. ഓക്കെ. അപ്പോൾ മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഗോൾഡിനും, ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ളത് പ്ലാറ്റിനത്തിനുമാണ്. മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ അടിച്ച് പരത്തി കനം കുറഞ്ഞ് തകിടാക്കുന്നു. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റുന്നതാണ് ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞത്. ഏറ്റവും കൂടുതലുള്ളത് പ്ലാറ്റിനത്തിനാണ്. ഇനി വൈദ്യുത ബൾബിൻ്റെ ഫിലമെൻ്റായിട്ട് ഉപയോഗിക്കുന്ന ലോഹം ഏത്? വൈദ്യുത ബൾബിൽ ഫിലമെൻ്റായിട്ട് ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ടങ്സ്റ്റൺ ആണ്. വൈദ്യുത ബൾബിൽ ഫിലമെൻ്റായിട്ട് ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ടങ്സ്റ്റൺ ആണ് വൈദ്യുത ബൾബിൽ ഫിലമെൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒക്കെ ലോഹങ്ങൾക്ക് എക്സാമ്പിളാണ്. മൃദുലോഹങ്ങളാണെങ്കിൽ അവരെ മുറിക്കുമ്പോൾ പുതുതായിട്ട് ഉണ്ടാകുന്ന സർഫസ് നല്ല തിളക്കമുള്ള സർഫസ് ആയിരിക്കും. ആ ഒരു സ്വഭാവത്തിന്, ലോഹത്തിൻ്റെ സ്വഭാവത്തിന് ലോഹദ്യുതി എന്ന് വിളിക്കും. അതായത് ഒരു ചെറിയ മൃദുലോഹമാണെങ്കിൽ നമ്മൾ ആ ലോഹത്തിനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ സർഫസ് ഉണ്ടല്ലോ നല്ല തിളക്കമുള്ളതായിരിക്കും. ലോഹത്തിൻ്റെ ആ ഒരു സ്വഭാവമാണ് ലോഹദ്യുതി. ഇപ്പോൾ ലോഹത്തിൻ്റെ സ്വഭാവങ്ങളാണ് മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, ഇപ്പോൾ ലോഹദ്യുതി എന്ന് പറഞ്ഞത്. ഓക്കെ. ലോഹങ്ങളുടെ മറ്റൊരു സ്വഭാവമാണ് ലോഹങ്ങൾ താപചാലകങ്ങളാണ്. അതായത് ചൂട് കടത്തിവിടാൻ പറ്റുന്നതാണ്. ലോഹങ്ങളിലൂടെ ചൂടിനെ കടത്തിവിടും താപചാലകങ്ങളാണ്. അപ്പോൾ ഏറ്റവും അധികം ചൂടിനെ കടത്തിവിടുന്ന ഏത് ലോഹമാണെന്ന് അറിയോ? ഏറ്റവും മികച്ച താപചാലകം വെള്ളിയാണ്. ഏറ്റവും മികച്ച താപചാലകം. മാലിയബിലിറ്റി ഏറ്റവും കൂടുതൽ സ്വർണ്ണത്തിന്, ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതൽ പ്ലാറ്റിനത്തിന്, പിന്നെയോ താപചാലകത ഏറ്റവും കൂടുതലുള്ള ലോഹം വെള്ളിയാണ്. ഓക്കെ. ഇനി ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാൻ പറ്റുകയാണെങ്കിൽ എന്ത് വിളിക്കും? ആ കഴിവാണ് വൈദ്യുത ചാലകത എന്ന് പറയുക. താപം കടത്തിവിടാനുള്ള കഴിവ് താപചാലകതയാണെങ്കിൽ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവ് എന്താണ്? വൈദ്യുത ചാലകതയാണ്. ഓക്കെ. അപ്പോൾ ലോഹങ്ങൾ വൈദ്യുതി കടത്തിവിടുമോ? കടത്തിവിടും. ഏറ്റവും നന്നായിട്ട് വൈദ്യുതി കടത്തിവിടുന്ന ലോഹം എന്നറിയുക, ഏറ്റവും മികച്ച വൈദ്യുത ചാലകവും എന്ത് തന്നെയാണ്? വെള്ളി തന്നെയാണ്. അപ്പോൾ ഏറ്റവും മികച്ച താപചാലകവും വെള്ളിയാണ്. ഏറ്റവും മികച്ച വൈദ്യുത ചാലകവും ആര് തന്നെയാണ്? വെള്ളി തന്നെയാണ്. അല്ലേ? ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ കറണ്ടിനെയൊക്കെ വെള്ളി കൂടെ കടത്തി വിട്ടേനെ. അലുമിനിയം ഒക്കെയല്ലേ യൂസ് ചെയ്യുന്നത്. കോസ്റ്റ്ലി ആയതുകൊണ്ടിട്ടാണ്. പക്ഷേ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം വെള്ളിയാണ്. ഇനി കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് ലോഹത്തിൻ്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാൻ ലോഹങ്ങൾക്കൊരു കഴിവില്ലേ? ഇരുമ്പിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് കിട്ടും അല്ലേ? കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിൽ അതിൻ്റെ പ്രതലത്തിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ലോഹങ്ങളുടെ കഴിവിനെ പറഞ്ഞ പേരാണ് സൊണോറിറ്റി. എന്താണ്? സൊണോറിറ്റി. കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് ലോഹത്തിൽ അടിക്കുമ്പോൾ ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ഒരു കഴിവിനെ വിളിക്കുന്ന പേരാണ് സൊണോറിറ്റി എന്ന് പറയുന്നത്. സൊണോറിറ്റി. ഓക്കെ. ഇനി താഴ്ന്ന താപനിലയിൽ ലോഹങ്ങൾ ഉരുകും. ഏറ്റവും കുറഞ്ഞ താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ലോഹങ്ങളാണ് ഗാലിയം, സീസിയം, മെർക്കുറി. ഗാലിയം, സീസിയം, അതുപോലെ തന്നെ മെർക്കുറി. ഇവിടെ പ്രത്യേകത എന്താണ്? താഴ്ന്ന താപനിലയിൽ ഈ ലോഹങ്ങൾ ഉരുകുമെന്നുള്ളതാണ് ഗാലിയത്തിൻ്റെയും സീസിയത്തിൻ്റെയും മെർക്കുറിയുടെയും പ്രത്യേകത. ഇനി ഒരു ഖരം ദ്രാവകമായിട്ട് മാറുന്ന പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിന്റിനെ പറയുന്ന പേരെന്താണ്? ഖരം ദ്രാവകമായിട്ട് മാറുന്ന പോയിൻ്റാണ്. ദ്രാവകമായിട്ടല്ലേ മാറുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ദ്രവണാങ്കം. ഖരം ദ്രാവകമായിട്ട് മാറുന്ന പോയിൻ്റാണ് ദ്രവണാങ്കം എന്ന് പറയുന്നത്. ഇനി ദ്രാവകം എന്തായിട്ട് മാറും? ദ്രാവകം വാതകമായിട്ട് മാറാറുണ്ട്. ആ വാതകമായിട്ട് മാറുന്ന പോയിൻ്റാണ് എന്തെന്ന് പറയുന്നത്? ബോയിലിംഗ് പോയിൻ്റ് അഥവാ തിളനില എന്ന് പറഞ്ഞത്. ദ്രാവകം വാതകമായിട്ട് മാറുന്ന പോയിൻ്റാണ്
തിളനില. അപ്പോൾ ദ്രവണാങ്കം എന്ന് പറഞ്ഞാൽ ദ്രാവകമാകുന്നത്, ഖരം ദ്രാവകമാകുന്നത്. തിളനില എന്ന് പറഞ്ഞാൽ ദ്രാവകം വാതകമാകുന്ന പോയിന്റാണ് തിളനില എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ലോഹങ്ങൾ ജലവുമായിട്ട് പ്രവർത്തിച്ചാൽ ഏത് വാതകം ഉണ്ടാകും? ലോഹങ്ങൾ ജലവുമായിട്ട് പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ്. ലോഹങ്ങൾ ജലവുമായിട്ട് പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ്. ഇനി രണ്ടോ അതിലധികമോ ലോഹങ്ങൾ കൂടിച്ചേർന്നിട്ട് ഉണ്ടാകുന്ന ഏകാത്മക ഹരലായനികളെ വിളിക്കുന്ന പേര് ലോഹസങ്കരങ്ങൾ എന്നാണ്. ഒന്നിൽ ലോഹങ്ങൾ കൂട്ടിച്ചേർത്ത് നമുക്ക് ലോഹസങ്കരം ഉണ്ടാക്കാൻ പറ്റും. പ്രധാനപ്പെട്ട ലോഹസങ്കരങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ കോപ്പർ പ്ലസ് സിങ്ക്, കോപ്പറിൻ്റെ കൂടെ സിങ്ക് ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും? കോപ്പറിൻ്റെ കൂടെ സിങ്ക് ചേർത്താൽ നമുക്ക് കിട്ടുന്നത് പിച്ചളയാണ്. പിച്ചള അഥവാ ബ്രാസ് ആണ് കിട്ടുന്നത്. പിച്ചള അഥവാ ബ്രാസ് കിട്ടും. കോപ്പറിൻ്റെ കൂടെ സിങ്ക് ചേർത്താൽ പിച്ചള അഥവാ ബ്രാസ് ആണ് കിട്ടുന്നത്. ഇനി കോപ്പറിൻ്റെ കൂടെ ടിന്ന് ചേർത്താലോ? കോപ്പറിൻ്റെ കൂടെ ടിന്നാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഓട് അഥവാ ബ്രോൺസ് ആണ്. ഓട് അഥവാ ബ്രോൺസ് ആണ് കിട്ടുന്നത്. മറ്റേത് ബ്രാസ്, ഇത് ബ്രോൺസ്. മാറിപ്പോവരുത്. അതായത് രണ്ടിലും കോപ്പറാണ് കോമൺ ആയിട്ടുള്ളത്. സിങ്ക് ചേർത്താൽ എന്താണ്? പിച്ചള അഥവാ ബ്രാസ് ആണ്. സിങ്ക് പിച്ചളയാണ്. ടിന്ന് ചേർത്താലോ? ടിന്ന്. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. ടിന്ന് ചേർക്കുമ്പോഴേക്കും, അതായത് കോപ്പർ പ്ലസ് ടിന്ന്, നമുക്ക് കിട്ടുന്നത് ബ്രോൺസ് ആണ്. അപ്പോൾ ഇത് മാറിപ്പോയത്. കോപ്പറിൻ്റെ കൂടെ സിങ്ക് ചേർത്താൽ ബ്രാസ് ആണ് കേട്ടോ. സിങ്ക് ചേർക്കുമ്പോഴേക്കും ബ്രാസ് ആണ്. സീബ്ര എന്ന് ഓർത്താൽ മതി. സിങ്ക് ചേർത്താൽ, കോപ്പറിൻ്റെ കൂടെ സിങ്ക് ചേർത്താൽ ബ്രാസ് ആണ് കിട്ടുന്നത്. ബ്രാസ് എന്ന് വെച്ചാൽ പിച്ചളയാണ്. കോപ്പറിൻ്റെ കൂടെ ടിന്ന് ചേർത്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? ടിന്ന് ചേർത്തിട്ടുണ്ടെങ്കിൽ ബ്രോൺസ് ആണ്, ഓടാണ് കിട്ടുന്നത് ടിന്ന് ചേർക്കുമ്പോഴേക്കും. ഓക്കെ, ടിന്ന് ചേർക്കുമ്പോഴേക്കും ഓടാണ്. ഇനി നിക്കലും ക്രോമിയം അയണും കൂടെ ചേരുമ്പോൾ എന്തുണ്ടാവണേ? നിക്കല് പ്ലസ് ക്രോമിയം പ്ലസ് അയൺ. നിക്കല് ക്രോമിയം അയണും കൂടി ചേരുമ്പോഴേക്കും ഉണ്ടാകുന്നത് നിക്രോമാണ്. നിക്കലും ക്രോമിയവും അയണും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്നത് നിക്രോം. ഓക്കെ. ഇനി അയൺ, അലുമിനിയം, നിക്കല്, കോബാൾട്ട് 4 എണ്ണം. ഓക്കെ. അയൺ പ്ലസ് അലുമിനിയം പ്ലസ് നിക്കല് പ്ലസ് കോബാൾട്ട്, ഈ 4 എണ്ണം ചേരുമ്പോൾ ഉണ്ടാകുന്നത് എന്താണെന്നറിയോ? അൽനിക്കോയാണ്. അൽനിക്കോ. അപ്പോൾ ഓർത്താൽ മതി. അലുമിനിയം, നിക്കല്, കോബാൾട്ട് പ്ലസ് അയണും കൂടി ചേരുന്നതാണ് അൽനിക്കോ. എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്. അലുമിനിയം, നിക്കൽ, കോബാൾട്ട്, അയണും കൂടെ പറഞ്ഞേക്കുക. നിക്രോം എന്ന് പറഞ്ഞാലും നിക്കലും ഉണ്ട്, ക്രോമിയം ഉണ്ട്, പിന്നെ ഇവിടെ അയണും ഉണ്ട് അല്ലേ? നിക്കലും ക്രോമിയവും പിന്നെ അയണും ഉണ്ടായിരിക്കും. നിക്കലും ക്രോമിയവും അയണും ഉണ്ടായിരിക്കും നിക്രോമിൽ. പിന്നെ ബ്രാസിലാണെങ്കിൽ ബ്രാസ്, സീബ്ര, അത് കോപ്പറിൻ്റെ കൂടെ സിങ്കാണ്. പിന്നെ കോപ്പറിൻ്റെ കൂടെ ടിന്നാണെങ്കിൽ ബ്രോൺസ് ആണ്. ഓക്കെ. സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന ഒരു ലോഹത്തിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ സ്വർണ്ണമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം എന്ന് പറയുമ്പോൾ, ഈ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലുമിനിയാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അലുമിനിയാണ്. ഓക്കെ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ രണ്ടാമതായിട്ട് കാണപ്പെടുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ ഇരുമ്പാണ്. ഏറ്റവും കൂടുതലുള്ളത് അലുമിനിയാണ്. സെക്കൻഡ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇരുമ്പാണ്. ഓക്കെ. മൂന്നാമതായിട്ട് കാണപ്പെടുന്നത് കാൽസ്യമാണ്. മാറിപ്പോയത്. ഫസ്റ്റത്തത് ഏറ്റവും കൂടുതൽ എ വെച്ചിട്ടാണ്, അലുമിനിയാണ്. രണ്ടാമത് ഏറ്റവും കൂടുതൽ ഇരുമ്പാണ്. മൂന്നാമത് ഏറ്റവും കൂടുതൽ കാൽസ്യമാണ്. ഓക്കെ. ഇനി സോഡിയം, പൊട്ടാസ്യം ഒക്കെ സൂക്ഷിക്കുന്നത് മണ്ണെണ്ണയിലാണ്. ഓർത്ത് വെച്ചോളണം, മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്. ഇരുമ്പും മറ്റ് പല ലോഹങ്ങളും അന്തരീക്ഷവായുവിലെ വിവിധ ഘടകങ്ങളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ട് പുതിയ പദാർത്ഥമായിട്ട് മാറാറുണ്ട്. അല്ലെ, ഇരുമ്പ് ഓക്സിജനോട് ചേർന്നിട്ട് തുരുമ്പാവാറുണ്ട്. അത് ലോഹനാശനമാണ്. അപ്പം ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ ലോഹങ്ങളെ പറ്റി പറഞ്ഞേക്കണം. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അടിച്ചു പരത്തി നേരത്തെ തകിടാക്കാൻ പറ്റുന്നതിനെ പറയുന്ന പേര് മാലിയബിലിറ്റി എന്നാണ് ലോഹത്തിൻ്റെ സ്വഭാവം. പിന്നെ വലിച്ചു നീട്ടി അതിനെ നേരത്തെ കമ്പിയാക്കി മാറ്റാൻ പറ്റുന്ന ഡക്ലിറ്റിയാണ്. പിന്നെ മാലിബിലിറ്റി ഏറ്റവും കൂടുതൽ സ്വർണ്ണത്തിന്, ഡക്ലിറ്റി ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? പ്ലാറ്റിനത്തിനാണ്. പിന്നെ ലോഹം മുറിച്ച് മാറ്റുമ്പോൾ ആ പ്രതലം നന്നായിട്ട് തിളങ്ങുന്നതിനെയാണ് ലോഹദ്യുതി എന്ന് പറഞ്ഞത്. പിന്നെ വൈദ്യുതി കടത്തി വിട്ടാൽ നന്നായിട്ട് കടന്നു പോകണമെങ്കിൽ വൈദ്യുത ചാലകത ഏറ്റവും കൂടുതലുള്ളത് വെള്ളിക്കാണ്. താപചാലകത ഏറ്റവും കൂടുതൽ വെള്ളിക്ക് തന്നെയാണ്. പിന്നെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ലോഹമാണ് സ്വർണം എന്ന് പറഞ്ഞത്. പിന്നെ ലോഹത്തിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്ത് മാറ്റിയാൽ ആ പ്രതലം നന്നായിട്ട് തിളങ്ങും, ലോഹദ്യുതി എന്ന് പറയും. പിന്നെ കട്ടിയിലെ വസ്തു കൊണ്ട് ലോഹത്തിൽ അടിക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്ന സൊണോറിറ്റി എന്നുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. പിന്നെ വൈദ്യുതി കടത്തി വിടുമ്പോൾ വൈദ്യുത ചാലകത എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് നശിച്ചു പോകും, പുതിയ പദാർത്ഥമാകും. അതാണ് ലോഹനാശനം എന്ന് പറയുന്നത്. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കോപ്പറും സിങ്കും എന്താണ്? ബ്രാസാണ്. കോപ്പറും ടിന്നും ബ്രോൺസാണ്. അലുമിനിയം, നിക്കലും കോബാൾട്ടും അയണുമാണ് അൽനിക്കോ. നിക്കലും ക്രോമിയവും അയണുമാണ് നിക്രോം. ഓക്കെ. അപ്പം ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അടുത്ത ചാപ്റ്റർ നോക്കാം. 8ാം ക്ലാസ്സിലെ അടുത്തൊരു ചാപ്റ്ററാണ് ലായനികൾ എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ച് ചേർത്ത ലീനത്തിന്റെ അളവാണ് ഗാഢത. എന്താണ് ഗാഢത എന്ന് ചോദിച്ചാൽ ഒരു ലായനി, ഒരു സൊല്യൂഷൻ, അതിനകത്ത് എന്തെങ്കിലും ലീനങ്ങളൊക്കെ ലയിച്ച് ചേർന്നിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ച് ചേർന്ന ആ ലീനം എത്രത്തോളം ഉണ്ട് ആ അളവിനെയാണ് അതിന്റെ ഗാഢത എന്ന് പറഞ്ഞത്. ഈ ലീനത്തിന്റെ അളവ് മെഷർ ചെയ്യുന്നത് പാർട്സ് പെർ മില്യൺ ആയിട്ടാണ്. പാർട്സ് പെർ മില്യൺ. ഓക്കെ.
ഇപ്പോൾ ഒരു ലായനീൻ്റെ അകത്തേക്ക് കുറച്ച് ലീനം ചേർത്തു. ഓക്കെ, എന്നിട്ട് അതിനകത്തേക്ക് ചേർത്തു. അതിനകത്ത് ചേർക്കാവുന്ന ലീനത്തിന് ഒരു പരിധി ഉണ്ടല്ലോ, മാക്സിമം പരമാവധി ലീനം അതിനകത്ത് ചേർന്നിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പൂരിത ലായനി അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഒരു സ്ഥിരമായ ഒരു ടെമ്പറേച്ചറിൽ ഒരു ലായനിയിൽ പരമാവധി അലിഞ്ഞു ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ പരമാവധി ചേർത്തിട്ടുള്ള ലീനം ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ലായനിയെ വിളിക്കുന്ന പേരാണ് പൂരിത ലായനി. ഓക്കെ, അപ്പൊ ഈ പൂരിത ലായനിക്ക് തൊട്ട് മുമ്പത്തെ അവസ്ഥയാണ് അപൂരിത ലായനി. അപൂരിത ലായനിയിൽ ചേർക്കാൻ എത്രത്തോളം ലീനം ചേർക്കാൻ പറ്റും അത്ര ലീനം ചേർന്നിട്ടില്ല, അത് അപൂരിത ലായനി. അതിനകത്ത് ചേർക്കാൻ പറ്റുന്ന പരമാവധി ലീനം അതിനകത്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പൂരിത ലായനി. ഇത് ചേർക്കാൻ പറ്റുന്ന ലീനത്തിന്റെ അളവിനേക്കാളും കൂടുതൽ ലീനം ചേർത്തിട്ടുണ്ടെങ്കിൽ, എക്സസ് ആയിട്ട് ലീനം ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നത് അതിപൂരിത ലായനി എന്നാണ്. അപ്പൊ 3 ലായനി ഉണ്ട്. അപൂരിതം എന്ന് പറയുമ്പോൾ അതിനകത്ത് ചേർക്കേണ്ട അത്രയും ലീനം ചേർത്തിട്ടില്ല. പൂരിത ലായനി ആണെങ്കിൽ പരമാവധി ചേർക്കേണ്ട അത്രയും ലീനം അതിൽ ചേർത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ ലീനം ചേർത്തിട്ടുണ്ടെങ്കിൽ എന്താകും? അതിപൂരിത ലായനി ആകും. ഓക്കെ, ഇനി ഒരു 100 ഗ്രാം ലായകം എടുത്തു. അതിനെ പൂരിതമാക്കാനായിട്ട് എത്ര ലീനം വേണം എന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന അറിയോ? ആ ചേർക്കുന്ന ലീനത്തിന്റെ സ്വഭാവത്തിനെയും അവിടെ കൊടുക്കുന്ന ആ ഒരു ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഒരു 100 ഗ്രാം വെള്ളം എടുത്തിട്ട് അതിൽ എത്രത്തോളം ലീനമാണ് പരമാവധി ചേർക്കേണ്ടത് എന്നതിനെയാണ് അതിന്റെ ലേയത്വം എന്ന് പറയുന്നത്. സോല്യൂബിലിറ്റി എന്ന് പറയുന്നത്. സോല്യൂബിലിറ്റി, ഒരു ലായനിയുടെ സോല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ 100 ഗ്രാം ലായനിയിൽ എത്രത്തോളം ലീനത്തിന് പരമാവധി ചേർക്കാൻ പറ്റും, എത്ര ഗ്രാമിനെ ചേർക്കാൻ പറ്റും എന്നതാണ് അതിന്റെ സോല്യൂബിലിറ്റി. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ലീനത്തിന്റെ അളവിനെയും ആ ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്ന്. ഓക്കെ, ഇനി ഇപ്പൊ ഒരു ലായനിയിൽ കുറച്ച് ലീനം ലയിച്ച് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഘടകങ്ങൾ ആ ലായനിയിൽ എല്ലായിടത്തും ഒരേപോലെയാണ് ചേർന്നിട്ടുള്ളത് എങ്കിൽ അതിനെ ഏകാത്മക മിശ്രിതം എന്ന് വിളിക്കും. ഇപ്പൊ ഉപ്പുവെള്ളം, നമ്മൾ ഉപ്പ് കലക്കി വെള്ളം എടുത്തു, നമ്മൾ ആ ഏത് ഡ്രോപ്പ് എടുത്ത് ടേസ്റ്റ് ചെയ്താലും സെയിം അളവിലാണ് എല്ലായിടത്തും ഉപ്പ് ചേർന്നിരിക്കുന്നത് അല്ലേ? ഇപ്പം പഞ്ചസാര, ഷുഗർ സൊല്യൂഷനിൽ അങ്ങനെ തന്നെയാണ്. എല്ലായിടത്തും ഒരേ അളവിലായിരിക്കും, ഒരേ റേഷ്യോയിലായിരിക്കും ആ ലീനം ലയിച്ചു ചേർന്നിട്ടുണ്ടാവുക. അതിനെയാണ് ഏകാത്മക മിശ്രിതം. അപ്പൊ എല്ലാ ലായനികളും, വെള്ളമാണ് ലായനിയാണെങ്കിൽ അത് എല്ലാ ലായനികളും ഏകാത്മക മിശ്രിതമാണ്. എന്നാൽ ഡിഫറെന്റ് റേഷ്യോയിലാണ് ഈ ലീനം അത് ലയിച്ചു ചേർന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയും. ഇപ്പൊ ചെളിവെള്ളം അല്ലെങ്കിൽ ഇപ്പൊ ഉപ്പും മണലും കൂടി കിടന്ന വെള്ളത്തിലൊക്കെ അളവ് പല സ്ഥലത്തും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചെളിവെള്ളം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കണം എന്നില്ല ആ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ. അതാണ് ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ പാലും വെള്ളവും കൂടെ ചേരുമ്പോൾ ഉണ്ടാവുന്ന സാധനമാണ് കൊളോയിഡ്. പാലും വെള്ളവും കൂടെ ചേരുമ്പോൾ കിട്ടുന്നത് കൊളോയിഡ്. ഓക്കെ, ചോക്കുപൊടി വെള്ളത്തിൽ കലർത്തി കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതാണ് സസ്പെൻഷൻ എന്ന് പറയുക. പാലും വെള്ളം കൂടി ചേർന്ന മിശ്രിതത്തിന് വിളിക്കുന്ന പേര് കൊളോയിഡ് എന്നാണ്. അതുപോലെ ചോക്കുപൊടിയും വെള്ളം കൂടി ചേർന്ന മിശ്രിതമാണ് സസ്പെൻഷൻ. ഈ കൊളോയിഡിന്റെ പ്രത്യേകത, അതിനകത്ത് പ്രകാശത്തിന്റെ പാത വിസിബിൾ ആണ്. ഓക്കെ, ലൈറ്റിന്റെ പാത വിസിബിൾ ആയിരിക്കും. പക്ഷെ യഥാർത്ഥ ലായനിയിൽ ലൈറ്റിന്റെ പാത വിസിബിൾ ആയിരിക്കില്ല. യഥാർത്ഥ ലായനിക്ക് എക്സാമ്പിൾ ആണ് കോപ്പർ സൾഫേറ്റും വെള്ളവും കൂടെ കൂടിക്കിടക്കുന്നത്. യഥാർത്ഥ ലായനി എന്ന് പറഞ്ഞാൽ അതിന് എക്സാമ്പിൾ ആണ് കോപ്പർ സൾഫേറ്റും ജലവും കൂടി ചേരുന്നത്. അതിനകത്ത് ലൈറ്റിന്റെ പാത്ത് വിസിബിൾ അല്ല. പക്ഷെ കൊളോയിഡിന്റെ അകത്ത് ലൈറ്റിന്റെ പാത്ത് വിസിബിൾ ആയിരിക്കും, പ്രകാശത്തിന്റെ പാത കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇപ്പൊ കണികകൾ ഇങ്ങനെ വന്ന ലായനിയിൽ കണികകളൊക്കെ അടിയുന്നത് തടയാൻ വേണ്ടിയിട്ട്, ഇപ്പൊ കൃത്രിമ പാനീയമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ കണി കലർത്തുമ്പോൾ ഈ കണികകൾ അതിൽ അടിയുന്നത് തടയാൻ വേണ്ടിയിട്ട് ചില രാസവസ്തുക്കൾ ചേർക്കും. അവരെ വിളിക്കുന്ന പേരാണ് സ്റ്റെബിലൈസേഴ്സ്. എന്താണ് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ കൃത്രിമ പാനീയങ്ങളിലൊക്കെ ഈ കണികകൾ വന്ന് അടിയുന്നത് തടയാൻ വേണ്ടി ചേർക്കുന്ന സാധനങ്ങളാണ് എന്ത്? സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് കളർ ചേർക്കുന്ന സാധനങ്ങളുടെ പേര് വന്നിട്ടുണ്ട്. അത് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ ഫുഡിൻ്റെ അകത്തേക്ക് ടാർട്രാസിൻ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിന് യെല്ലോ കളർ കിട്ടും. ഫുഡ് കളർ ഉണ്ടല്ലോ, ഇപ്പൊ യെല്ലോ കളർ കിട്ടുന്നത് എന്ത് ചേർക്കുമ്പോഴാണ്? ടാർട്രാസിൻ ചേർക്കുമ്പോൾ യെല്ലോ കളർ കിട്ടും. ഓക്കെ, ഇനി റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചേർക്കുന്നത് ഫുഡില്? എറിത്രോസിൻ ആണ് റെഡ് കളർ. എറി റെഡ്, അപ്പൊ റെഡ് അല്ലെ, എറി റെഡ് അങ്ങനെ കണക്ട് ചെയ്യുക. ടാർട്രാസിൻ യെല്ലോയാണ്, എറിത്രോസിൻ ചേർക്കുമ്പോൾ റെഡ് കളർ ആണ്. വാനിലിൻ എന്ന് പറഞ്ഞ സാധനം ചേർക്കാറുണ്ട് ഫുഡിൽ. വാനില ഐസ്ക്രീമൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ? ടേസ്റ്റ് കൂട്ടാനാണ് വാനിലിൻ ചേർക്കണമെന്ന് ഓർത്താൽ മതി. ഓക്കെ, ഇനി ഫോസ്ഫോറിക് ആസിഡ് ആണ് ചേർക്കുന്നതെങ്കിൽ ആസിഡിന് പുളി രുചിയാണല്ലോ, അപ്പൊ പുളിയുടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ചേർക്കുന്നതാണ് ഫുഡിൽ ഫോസ്ഫോറിക് ആസിഡ്. ഓക്കെ, ഇനി ചില ഫുഡ് എടുക്കുമ്പോൾ പൈനാപ്പിളിന്റെ സ്മെല്ലായിരിക്കും, ആ സ്മെല്ല് കിട്ടാൻ വേണ്ടി ചേർക്കുന്നത് അലൈൻ ഹെക്സനോയേറ്റ് ആണ്. അലൈൻ ഹെക്സനോയേറ്റ് ആണ് പൈനാപ്പിളിന്റെ സ്മെല്ല് കിട്ടാൻ വേണ്ടി. അപ്പൊ ഇവിടുന്ന് ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം, അപൂരിതലായനി, പൂരിതലായനി, അതുപോലെ അതിപൂരിതലായനി, പിന്നെ എന്താണ് ലേയത്വം എന്നൊക്കെ ചോദിക്കാം. അതുപോലെ കൊളോയിഡിന്റെ പ്രകാശത്തിന്റെ പാത വിസിബിൾ ആണോ? യെസ് ആണ്. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. യെല്ലോ കളർ ആണെങ്കിൽ ടാർട്രാസിൻ ആണ്, വാനിലിൻ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, എറിത്രോസിൻ റെഡ് കളർ കിട്ടാൻ വേണ്ടിയാണ്, അലയിൽ ഹെക്സനോയേറ്റ് പൈനാപ്പിളിന്റെ സ്മെല്ല് കിട്ടാനാണ്, പുളിരുചി കൂട്ടാൻ വേണ്ടി എന്താ ഉപയോഗിക്കുന്നത്? ഫോസ്ഫോറിക് ആസിഡ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ,
ഇനി 8ാം ക്ലാസ്സിൽ ജലം എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ജലത്തിൻ്റെ തിളനില എന്ന് പറഞ്ഞാൽ എന്താ? ബോയിലിംഗ് പോയിൻ്റ് ആണ്. അത് ബാഷ്പമാകുന്നത് ഏത് ടെമ്പറേച്ചറിലാണ്? എത്രയാണ് വെള്ളത്തിൻ്റെ തിളനില? 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളച്ച് ബാഷ്പമായിട്ട് മാറുന്നത് അല്ലേ? ജലത്തിൻ്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. മർദ്ദം കൂടുമ്പോൾ തിളനില എന്ത് സംഭവിക്കുന്നു? അത് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ജലത്തിൻ്റെ മർദ്ദം കൂടുമ്പോൾ ഈ തിളനില, അപ്പോൾ ഓർത്താൽ മതി, കൂടുതൽ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചുകൂടി സമയം എടുക്കത്തില്ല തിളയ്ക്കാനായിട്ട്. അപ്പോൾ മർദ്ദം കൂടുമ്പോൾ തിളനിലയും കൂടുമെന്ന് ഓർത്താൽ മതി. മർദ്ദം കൂടുമ്പോൾ തിളനില കൂടുമായിരിക്കും. പ്രഷർ കുക്കറിൽ അപ്പോൾ തിളനില എങ്ങനെയാണ്? പ്രഷർ കുക്കറിൽ മർദ്ദം കൂടുതലായിരിക്കും, പ്രഷർ കൂടുതലായിരിക്കും, അപ്പോൾ അതിൻ്റെ തിളനില കൂടും. അതായത് പ്രഷർ കുക്കറിൽ തിളനില എത്രയായിരിക്കും? പ്രഷർ കുക്കറിൽ തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രി അല്ല, 120 ഡിഗ്രി സെൽഷ്യസ് ആണ് പ്രഷർ കുക്കറിലെ തിളനില. 120 ഡിഗ്രി സെൽഷ്യസ് ആണ് പ്രഷർ കുക്കറിലെ തിളനില. കാരണം മർദ്ദം കൂടുമ്പോൾ എന്ത് കൂടും? തിളനില കൂടുന്നു. ഓക്കെ. ഇനി ഒരു ദ്രാവകം ബാഷ്പമായിട്ട് മാറുന്നതിന് എന്താ വിളിക്കുക? ബാഷ്പീകരണം എന്നാണ് പറയുക. ദ്രാവകം ബാഷ്പമായിട്ട് മാറുന്ന ബാഷ്പീകരണമാണ് അല്ലേ? ഇനി ഒരു സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഇപ്പോൾ ദ്രാവകം തണുക്കുമ്പോൾ എന്ത് പറ്റും? ഇപ്പം വെള്ളം തണുത്ത് എന്താകും? ഖരമായിട്ട് മാറും അല്ലേ? ദ്രാവകം തണുത്തിട്ട് ഖരമായിട്ട് മാറാറുണ്ട്. വെള്ളം ഐസായിട്ട് മാറുന്ന ഏത് ഡിഗ്രിയിലാണ്? 0 ഡിഗ്രി സെൽഷ്യസിലാണ് അല്ലേ? അപ്പോൾ വെള്ളം തണുത്ത് ഖരമായിട്ട് മാറുന്ന താപനിലനെ വിളിക്കുന്ന പേര് ജലത്തിൻ്റെ ഖരാങ്കം എന്നാണ്. ഖരാങ്കം 100 ഡിഗ്രിയാണ്, ഖരാങ്കം 0 ഡിഗ്രിയാണ്, തിളനില 100 ഡിഗ്രിയാണ്. മനസ്സിലായല്ലോ? ഇനി ജലം ഘനീഭവിച്ച് ഐസാകുമ്പോൾ അതിൻ്റെ വ്യാപ്തം കൂടുകയോ കുറയോ? വെള്ളം ഐസാകുമ്പോൾ കട്ടിയായി, അപ്പോൾ അതിൻ്റെ വ്യാപ്തം എന്തായിരിക്കും? വ്യാപ്തം കൂടുമായിരിക്കും അല്ലേ? ജലം കട്ടിയാകുമ്പോൾ അതിൻ്റെ വോളിയം കൂടുമായിരിക്കും. വോളിയം കൂടുമ്പോൾ ഡെൻസിറ്റിക്ക് എന്ത് പറ്റും? വോളിയം കൂടുമ്പോൾ അതിൻ്റെ സാന്ദ്രതയ്ക്ക് എന്ത് പറ്റും? വോളിയം ഡെൻസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്, അപ്പോൾ അതിൻ്റെ സാന്ദ്രത കുറയും. ഓക്കെ. വെള്ളം തണുത്ത് ഐസാവണ സമയത്ത് അതിൻ്റെ വ്യാപ്തം കൂടും, അതിൻ്റെ ഡെൻസിറ്റി അഥവാ അതിൻ്റെ സാന്ദ്രത കുറയും. ഓർത്ത് വെച്ചോളണം. വോളിയം കൂടും, ഡെൻസിറ്റി കുറയുമായിരിക്കും. വോളിയം കൂടും, അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കുറവായിരിക്കും വെള്ളം തണുത്ത് ഐസാവുന്ന സമയത്ത്. ചെറിയ പ്രാണികളൊക്കെ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ ഓടി നടക്കാനായിട്ട് കഴിയണ പോലെ വെള്ളത്തിൻ്റെ സർഫസ് ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു വലിഞ്ഞ് നിൽക്കാറില്ലേ? അങ്ങനെ നമുക്ക് തോന്നാറില്ല? ജലത്തിന് മുകളിൽ കൂടി ചെറു പ്രാണികളൊക്കെ ഇങ്ങനെ അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഓടി നടക്കാൻ കഴിയുന്ന രീതിയിൽ. ഇപ്പോൾ ബ്ലേഡ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ താഴാതെ ഇങ്ങനെ കിടക്കൂലേ? ഒരു പാട പോലെ വെള്ളം ഇങ്ങനെ നിൽക്കൂലേ? അതിനൊരു കാരണമുണ്ട്, അവിടെ ഒരു ബലമുണ്ട്. അതാണ് പ്രതല ബലം എന്ന് പറഞ്ഞത്. പ്രതല ബലം. ചെറുപ്രാണികൾ ജലത്തിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഓടുന്നതും ബ്ലേഡ് അങ്ങനെ കിടക്കണമൊക്കെ ജലത്തിൻ്റെ എന്തുകൊണ്ടിട്ടാണ്? പ്രതല ബലം കൊണ്ടിട്ടാണ്. പ്രതലബലം ഒരു ദ്രാവകത്തിൻ്റെ പ്രതല പരപ്പളവ് കുറയ്ക്കുന്ന തരത്തിലാണ് അനുഭവപ്പെടുന്നത്. ഈ പ്രതലബലം അനുഭവപ്പെടുന്നത് ആ പ്രതലത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിസ്തീർണം കുറയ്ക്കുന്ന രീതിയിലാണ് പ്രതലബലം അനുഭവപ്പെടുന്നത്. ഓക്കെ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നിശ്ചിത മാസ് പദാർത്ഥത്തിൻ്റെ ഉപരിതല പരപ്പളവ് ഏറ്റവും കുറയുന്നത് ഏത് ഷേപ്പിലായിരിക്കുമ്പോഴാണ്? അതായത് വെള്ളം ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കുമോ ഏറ്റവും കൂടുതലായിട്ട് അതിനകത്ത് ആ ഒരു പ്രതലബലം അനുഭവപ്പെടുന്നത്? പ്രതലബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് പ്രതല പരപ്പളവ് ഏറ്റവും കുറയുമ്പോഴായിരിക്കും. അതായത് ഗോളാകൃതിയിൽ അതിൻ്റെ വിസ്തീർണം ഏറ്റവും കുറയുമ്പോഴായിരിക്കും. അപ്പം ഇങ്ങനെ കിടക്കുന്ന വെള്ളത്തിനേക്കാളും ഇങ്ങനെ കിടക്കുന്ന വെള്ളത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രതലബലം. പ്രതലബലം കൂടുമ്പോൾ പ്രതല വിസ്തീർണം കുറയുന്ന തരത്തിലാണ് പ്രതലബലത്തിൻ്റെ ആ ഒരു എന്താ പറയുക, പ്രതലബലം എന്ന് പറയുന്നത് പ്രതല പരപ്പളവ് കുറയ്ക്കുന്ന തരത്തിലാണ്. ഓക്കെ. ഇനി ജലവുമായിട്ട് പ്രവർത്തിക്കാത്ത ചില ലോഹങ്ങൾക്ക് എക്സാമ്പിളാണ് ചെമ്പ്, വെള്ളി, സ്വർണം, പ്ലാറ്റിനം ഒന്നും ജലവുമായിട്ട് പ്രവർത്തിക്കത്തില്ല. മഗ്നീഷ്യം ചൂടുള്ള ജലവുമായിട്ട് പ്രവർത്തിക്കും. ഓക്കെ. ചൂടുവെള്ളമായിട്ട് മഗ്നീഷ്യം പ്രവർത്തിക്കും. ഇരുമ്പാണെങ്കിൽ നേരിട്ട് വെള്ളമായിട്ട് അല്ലെങ്കിൽ നീരാവിയായിട്ട് ഓക്സിജനായിട്ട് ഇരുമ്പ് തുരുമ്പാവുമല്ലോ, നീരാവിയായിട്ട് പ്രവർത്തിക്കാറുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ പുറത്ത് വിടാറുണ്ട്. ഇനി ജലം ഒരു സാർവിക ലായകമാണ്, നമുക്കറിയാം. സാർവിക ലായകമാണ് ജലം. അതുപോലെ തന്നെ നിർവീര്യ ലായകം എന്ന് വിളിക്കുന്നതും ജലത്തിനെയാണ്. ഓക്കെ. ജലത്തിന് താൽക്കാലിക കാഠിന്യം ഉണ്ട്. ജലത്തിന് താൽക്കാലിക കാഠിന്യത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും, ഓർത്ത് വെച്ചോണം, കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കാർബണേറ്റുകളാണ് ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം. കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റ് കേട്ടോ, ബൈകാർബണേറ്റാണ്. കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റുകളാണ് ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം. കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റുകളാണ്. താൽക്കാലിക കാഠിന്യം നമുക്ക് കളയണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാൽ മതി. ജലം തിളപ്പിച്ചാൽ അങ്ങ് താൽക്കാലിക കാഠിന്യം പൊക്കോളും. എന്നാൽ ജലത്തിന് സ്ഥിര കാഠിന്യമുണ്ട്. അത് തിളപ്പിച്ചാലൊന്നും അത്ര പോകത്തില്ല. സ്ഥിര കാഠിന്യത്തിന് കാരണം ഈ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡുകളും സൾഫേറ്റുകളുമാണ്. ക്ലോറൈഡുകളും അതുപോലെ തന്നെ സൾഫേറ്റുകളുമാണ്. സ്ഥിര കാഠിന്യത്തിന് കാരണം മഗ്നീഷ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും കേട്ടോ, കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡും സൾഫേറ്റും സ്ഥിരകാഠിന്യത്തിന് കാരണമാകുന്നു. കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റ് താൽക്കാലിക കാഠിന്യത്തിന്, മറന്നുപോകരുത്, കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റ് താൽക്കാലിക കാഠിന്യത്തിന് കാരണമാകും, തിളപ്പിച്ച പോകും. കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡുകളും സൾഫേറ്റുകളും അതിൻ്റെ സ്ഥിരകാഠിന്യത്തിന് കാരണമാകുന്നു.
ഓക്കെ. ഇനി ഘനജലം എന്താണെന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഓർത്ത് വെച്ചോളൂ, ഡ്യൂട്ടീരിയം ഓക്സൈഡിനെ വിളിക്കുന്ന പേരാണ് ഘനജലം. ഡ്യൂട്ടീരിയം ഓക്സൈഡിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? ഘനജലം. ഡ്യൂട്ടീരിയം ഓക്സൈഡിനെയാണ് ഘനജലം എന്ന് വിളിക്കുന്നത്. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില എത്രയാണ്? ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഓർത്തോളണം, ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത 4 ഡിഗ്രി സെൽഷ്യസിലാണ്. അന്തരീക്ഷത്തിലെ താപനില 4 ഡിഗ്രിനേക്കാളും കുറഞ്ഞു എന്ന് വെച്ചോ. ഏറ്റവും കൂടുതൽ സാന്ദ്രത 4 ഡിഗ്രിയിലാണ്. അന്തരീക്ഷത്തിലെ താപനില 4നേക്കാളും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലത്തിന് എന്ത് പറ്റും എന്നറിയോ? ഈ 4 ഡിഗ്രിനേക്കാളും അന്തരീക്ഷത്തിലെ താപനില ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ ജലത്തിൻ്റെ സാന്ദ്രത അങ്ങോട്ട് കുറയും. കാരണം ഏറ്റവും കൂടുതൽ സാന്ദ്രത 4 ഡിഗ്രിയിലാണ് വെള്ളത്തിനുള്ളത്. അപ്പോൾ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ 4 താഴെയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജലത്തിൻ്റെ സാന്ദ്രത കുറയും. സാന്ദ്രത കുറയുമ്പോൾ അതിൻ്റെ വോളിയത്തിന് എന്ത് പറ്റും? വോളിയം വർദ്ധിക്കും. അപ്പോൾ അത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന പോയിന്റ്. തീർന്നിട്ടില്ല. കെമിസ്ട്രിയിൽ ഇനിയും കുറച്ചുകൂടെ പറയാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ ഞാൻ ആ ചാപ്റ്ററും കൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പരമാവധി ഇത് പ്രയോജനപ്പെടുത്തുക. പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക. നമ്മുടെ ഓൺലൈൻ കോഴ്സ് റണ്ണിങ് ആണ്. ഇനി വരുന്ന കമ്പനി ബോർഡ്, വില്ലേജ് ഫീൽഡ്, അങ്ങനെ മിക്ക എക്സാംസിനും നമുക്ക് കോമൺ ആയിട്ട് വരുന്ന എല്ലാ ടോപ്പിക്സും നമ്മൾ ഈ ഓൺലൈൻ കോഴ്സിൽ നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.